നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിയുക്ത KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA ലീഡർ കെ കരുണാകരന്റെ പൂങ്കുന്നം മുരളി മന്ദിരത്തിലെത്തി പുഷ്പാർച്ചന നടത്തി. ഫാസിസ്റ്റ് ആശയങ്ങൾ എല്ലാ രാജ്യങ്ങളിലും പരാജയപ്പെട്ട പോലെ ഇന്ത്യയിലും പരാജയപ്പെടുമെന്ന് CPI MP P സന്തോഷ് കുമാർ. ദുരിതം പേറുന്ന കുടുംബ പശ്ചാത്തലത്തിലും SSLC പരീക്ഷയിൽ മിന്നുന്ന വിജയം നേടി കുണ്ടുകാട് രാജീവിന്റെ മകൻ KR അഭിനവ്. ഇത്തവണ കാലവർഷം നേരത്തെ എത്തുവാൻ സാധ്യത. വിശദമായ വാർത്തകളിലേക്ക്. കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിലെത്തി പുതിയ KPCC നേതൃത്വ നിര. ലീഡർ കെ കരുണാകരന്റെ പൂങ്കുന്നം മുരളി മന്ദിരത്തിലെ സ്മൃതി കുടീരത്തിലെത്തി നിയുക്ത KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA, വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുനാഥ് MLA, AP അനിൽകുമാർ MLA, ഷാഫി പറമ്പിൽ MP തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാർജറ്റ് നേതാക്കളെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. TN പ്രതാപൻ, MP വിൻസെന്റ്, ജോസ് വള്ളൂർ, TV ചന്ദ്രമോഹൻ, KK കൊച്ചുമുഹമ്മദ്, സുനിൽ അന്തിക്കാട്, രാജേന്ദ്രൻ അരങ്ങത്ത്, ഷാജി കോടങ്ങണ്ടത്ത്, A പ്രസാദ്, ജോൺ ഡാനിയൽ, ഡോക്ടർ നിജി ജസ്റ്റിൻ, KK ബാബു, KH ഉസ്മാൻ ഖാൻ, അഡ്വക്കേറ്റ് V സുരേഷ് കുമാർ, അഡ്വക്കേറ്റ് സിജോ കടവിൽ, P ശിവശങ്കരൻ, MS ശിവരാമകൃഷ്ണൻ, KB ജയറാം, സജീവൻ കുരിയച്ചിറ, രവി താണിക്കൽ, ലീലാമ തോമസ്, KP രാധാകൃഷ്ണൻ, ആശിഷ് മൂത്തേടത്ത്, ശ്രീകുമാർ മങ്ങാട് തുടങ്ങിയവർ സംബന്ധിച്ചു. ഫാസിസ്റ്റ് ആശയങ്ങൾ എല്ലാ രാജ്യങ്ങളിലും പരാജയപ്പെടുത്തിയതുപോലെ ഇന്ത്യയിലും പരാജയപ്പെടുത്തുന്നതിൽ സംശയമില്ലെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം P സന്തോഷ് കുമാർ MP പറഞ്ഞു. CPI ഒല്ലൂർ മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി വിലങ്ങന്നൂരിൽ സംഘടിപ്പിച്ച പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാർ കൂടുതൽ ഫാസിസ്റ്റ് നടപടികളുമായി മുന്നോട്ടു പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കുകയും സംഘടിത സമരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുക എന്ന വലിയ രാഷ്ട്രീയ ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. പഴയകാല ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയിൽ RSS മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യേകത വിപുലമായ ബഹുജന പ്രസ്ഥാനം എന്നുള്ളതാണ്. ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന് വിശ്വസിക്കുന്ന മനുഷ്യരെ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾക്കെതിരെയുള്ള വലിയ സമരമാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. നരേന്ദ്രമോദിയും യോഗിയും അധികാരത്തിൽ നിന്നും പോയാലും ഈ ആശയങ്ങൾ ഇന്ത്യക്കകത്ത് നല്ലതുപോലെ ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും മഹാത്മാഗാന്ധി വധം ഉൾപ്പെടെ ദേശീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൂരകൃത്യങ്ങൾ ചെയ്ത ഒരു പ്രസ്ഥാനം എങ്ങനെയാണ് രാജ്യത്തെ നിയന്ത്രിക്കുന്ന ശക്തിയായി മാറിയത് എന്ന് മനസ്സിലാക്കുവാൻ നാം ശ്രമിക്കേണ്ടതാണെന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ വലിയ മുന്നേറ്റങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരം മാത്രമായിരുന്നില്ല, മറിച്ച് സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിനെതിരെയുള്ള സമരം കൂടിയായിരുന്നു. ബ്രിട്ടീഷുകാരെ നമ്മൾ പരാജയപ്പെടുത്തുന്നതിനൊപ്പം RSSന്റെ ആശയമായ ഇന്ത്യയെ ഹിന്ദുസ്ഥാൻ ആക്കുക എന്ന ശ്രമത്തെ കൂടിയാണ് തകർത്തത്. അന്ന് പരാജയപ്പെട്ട രാഷ്ട്രീയ ശക്തികൾ പുതിയ രൂപത്തിൽ വരികയും അധികാരം കൈക്കലാക്കിയിരിക്കുന്ന പ്രത്യേക ചരിത്ര സംഭവത്തിലാണ് ഇന്ത്യ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവരെ എങ്ങനെ പ്രതിരോധിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനമായ രാഷ്ട്രീയ ഉത്തരവാദിത്തം. അതിന്റെ ഭാഗമായാണ് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പൈതൃകം ഉയർത്തിപ്പിടിക്കുകയും നമ്മുടെ ഭരണഘടന സംരക്ഷിക്കുകയും അതിന്റെ മൂല്യം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനങ്ങളുടെ ഒരു പൊതുവേദി ഉണ്ടാക്കി പ്രതിരോധിച്ചത്. അതുകൊണ്ടാണ് പല കാര്യങ്ങളിലും വിയോജിപ്പുള്ള പ്രസ്ഥാനങ്ങൾ ആണെങ്കിൽ പോലും ചില മൗലിക കാര്യങ്ങളിൽ യോജിപ്പുള്ളതിനാലാണ് ഇന്ത്യ സഖ്യം സാധ്യമാകുന്നതിൽ ഒരു പാർട്ടി എന്ന നിലയിൽ CPI വലിയ പങ്കുവഹിച്ചത്. ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന യുദ്ധസമാനമായ സാഹചര്യം എങ്ങനെയാണ് RSSും BJPയും ദുരുപയോഗപ്പെടുത്തുന്നതെന്ന് നമുക്കറിയാം. കൂടുതൽ ധ്രുവീകരണം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള നല്ല ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുകയാണ്. ഒരു പാർട്ടി എന്ന നിലയിൽ ഭീകരവാദത്തെ ഒരു മതത്തിന്റെ പ്രശ്നമായിട്ടല്ല കണക്കാക്കുന്നത്. ഭീകരവാദം എല്ലാ ജനവിഭാഗങ്ങളെയും ഗുരുതരമായി ബാധിക്കുന്ന ഒന്നാണ്. ഏതുവിധത്തിലും ഇതിനെ തുടച്ചു നീക്കണമെന്നാണ് CPIയുടെ നിലപാടെന്ന് അദ്ദേഹം പറഞ്ഞു. അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ലോകാവസ്ഥയ്ക്ക് അനുസരിച്ച് പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തി സാധാരണ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതാണ് ആധുനിക കാലത്തെ കമ്മ്യൂണിസത്തിന്റെ പ്രസക്തിയെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു.
ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ, ദേശീയ കൌൺസിൽ അംഗമായ മന്ത്രി K രാജൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ, കൌൺസിൽ അംഗം VS സുനിൽകുമാർ, ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, P ബാലചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, T പ്രദീപ് കുമാർ, മണ്ഡലം സെക്രട്ടറി PD റെജി തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു. അജിത വിജയൻ, സനൽ വാണിയംപാറ, കനിഷ്കൻ വല്ലൂർ തുടങ്ങിയവർ പ്രസീഡിയം നിയന്ത്രിച്ചു. MK ഗോപാലകൃഷ്ണൻ പതാക ഉയർത്തി. മച്ചാട് മാമാങ്കം സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ്. വടക്കാഞ്ചേരി മച്ചാട് മാമാങ്കം പനങ്ങാട്ടുകര കല്ലമ്പാറ ദേശം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി. തെക്കുംകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. മാമാങ്ക കമ്മിറ്റി പ്രസിഡന്റ് KA ശിവദാസൻ അധ്യക്ഷനായി. K സുധാകരൻ, കൃഷ്ണകുമാർ, ഡോക്ടർ ജിബിൻ തുടങ്ങിയവർ സംസാരിച്ചു. കാഴ്ചപ്പാട് ഏറ്റെടുക്കുക എന്നുള്ളത് തികച്ചും അഭിനന്ദനാർഹമായ ഒരു കാഴ്ചപ്പാടാണ്. ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇന്നിപ്പോൾ കണ്ണിൻ്റെ ആണെങ്കിൽ നാളെ മറ്റേതെങ്കിലും ഹോസ്പിറ്റലുകളുമായി ചേർന്നുകൊണ്ട് ഇപ്പോൾ നമ്മൾ ജീവിതശൈലി രോഗങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ അസുഖങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങളിലും കൂടിയും ഏറ്റെടുക്കാൻ ഭരണസമിതിക്ക് അല്ലെങ്കിൽ ഭാരവാഹികൾക്ക് കഴിയട്ടെ. അതിന് നേതൃത്വം നൽകുന്ന ഒരു നല്ല കമ്മിറ്റിയായി മാറാനും ഈ കാലയളവ്, ഇനി നമുക്ക് 2 കൊല്ലം കൂടി മാമാങ്കത്തിനുണ്ടെങ്കിലും അതിന് മുന്നോടിയായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് മണ്ണുത്തി SNDP സൗത്ത് ശാഖയുടെ കീഴിൽ മധുരിമ സംഘം മണ്ണുത്തി SNDP യൂണിയൻ പ്രസിഡന്റ് K സുധാകരൻ കാരംസ് കളിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കോർഡിനേറ്റർ ഭാസ്കരൻ K മാധവൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ശാഖാ പ്രസിഡന്റ് അശോകൻ തണ്ടാശ്ശേരി, കൺവീനർ NV സോമൻ, യൂണിയൻ കൌൺസിലർ ജനാർദ്ദനൻ പുളിക്കുഴി, മുൻ സെക്രട്ടറിയും കമ്മിറ്റി അംഗവുമായ തിലകൻ കായംകുളത്ത്, ഡോക്ടർ വിജയകുമാർ, ഡോക്ടർ വിശ്വനാഥൻ, ഡോക്ടർ രാജഗോപാൽ, പവിത്രൻ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. ശാഖാ സെക്രട്ടറി വൃന്ദ പ്രദീപ് പദ്ധതി വിശദീകരണവും സ്വാഗതവും പറഞ്ഞു. ശ്യാമള പവിത്രൻ നന്ദിയും രേഖപ്പെടുത്തി. കത്തോലിക്ക കോൺഗ്രസ് 107ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് സെന്റ് തോമസ് ചർച്ച് പടവരാട് ഇടവകയിൽ പതാക ദിനം ആചരിച്ചു. ബഹുമാനപ്പെട്ട ഇടവക വികാരിയും ഡയറക്ടറുമായ ഫാദർ സിബി ചിറ്റിലപ്പള്ളി പതാക ഉയർത്തി. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഡെന്നി കണ്ടനാടൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സെക്രട്ടറി ടോണി എടത്തുരുത്തിക്കാരൻ, ട്രഷറർ സണ്ണി തലക്കോട്ടൂർ, ജോയ് ചെമ്മണ്ട, ജോബി വടക്കൻ, ഷീബ താരു, ജോയ്സി ബെന്നി, മറ്റു ഭാരവാഹികളും ഇടവക കൈക്കാരന്മാരും കത്തോലിക്ക കോൺഗ്രസ് മെമ്പർമാരും ഇടവകാംഗങ്ങളും നേതൃത്വം നൽകി. ദുരിതം പേറുന്ന കുടുംബ പശ്ചാത്തലത്തിലും SSLCക്ക് മിന്നുന്ന വിജയത്തിളക്കം. തെക്കുംകര കാര്യാട് 7ാം വാർഡിൽ കുണ്ടുകാട് പറമ്പ് രാജീവിന്റെ മകൻ KR അഭിനവാണ് മച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLCക്ക് എല്ലാ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കി സ്കൂളിന്റെ അഭിമാന കഥാപാത്രമായത്. 2018 പ്രളയത്തിൽ തകർന്നടിഞ്ഞ വീട്ടിൽ ടാർപോളിൽ കൊണ്ട് സുരക്ഷിതമാക്കിയ വീടിനുള്ളിൽ സൗകര്യക്കുറവിന്റെ അപാകത വിസ്മരിച്ച് പഠനത്തിൽ ഒട്ടേറെ ക്ലേശങ്ങൾ സഹിച്ച് പ്രതികൂല കാലാവസ്ഥയെ തരണം ചെയ്ത് തെരുവുവിളക്കിന്റെ ചുവട്ടിലിരുന്ന് ഒട്ടേറെ യാതനകൾ സഹിച്ച് പഠനത്തിൽ ശ്രദ്ധ ഊന്നിയാണ് ഈ വിജയം കൊയ്തെടുത്തത്. വനാതിർത്തിയോട് ചേർന്ന് അസൗകര്യമായ വീട്ടിലാണ് അച്ഛന്റെ കൂലിപ്പണിയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം കൊണ്ട് കൂട്ടുകുടുംബമായി താമസിക്കുന്നത്. സഹപാഠികൾക്കും അധ്യാപകർക്കും ഏറെ പ്രിയങ്കരനാണ് അഭിനവ്. വീടിന്റെ ദുർബലാവസ്ഥയെക്കുറിച്ച് പഞ്ചായത്തിലും വിവിധ സംഘടനകളിലും അടച്ചുറപ്പുള്ള ഒരു വീടിനായി കേണപേക്ഷിച്ചിട്ടും നാളിതുവരെയായിട്ടും അധികൃതർ ഉൾപ്പെടെ കനിഞ്ഞിട്ടില്ലെന്ന് പറയുന്നു. ഒട്ടുമിക്കവർക്കും ഈ മേഖലയിൽ പട്ടയം ലഭിച്ചെങ്കിലും ഈ കുടുംബത്തിന് ഇനിയും പട്ടയം ലഭിക്കാത്തതിൽ അതീവ സങ്കടത്തിലാണ് മകന്റെ മിന്നുന്ന വിജയതിളക്കത്തിലും ഈ കുടുംബം. എൻ്റെ പേര് അഭിനവ്. ഞാൻ മച്ചാ സ്കൂളിലാണ് പഠിക്കണേ. അപ്പോൾ ഈ കൊല്ലം നടന്ന SSLC പരീക്ഷയിൽ എനിക്ക് എല്ലാത്തിലും A+ കിട്ടി. എനിക്ക് നന്ദി പറയാനുള്ളത് അമ്മയോടും അച്ഛനോടും പിന്നെ വീട്ടുകാരോടും പിന്നെ സ്കൂളിലെ ടീച്ചർമാരോടും കൂട്ടുകാരോടൊക്കെയാണ്. അപ്പോൾ ഞാൻ പഠിച്ചത് എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ ചൂടും ആകെ സൗകര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ അവിടെ ജെണ്ടയുടെ അവിടെ ഒക്കെ ആയിരുന്നു പഠിച്ചത്. 2018 പ്രളയത്തിൽ ഞങ്ങളുടെ വീട് പൊളിഞ്ഞു പോയി. അപ്പോൾ അത്
താമസയോഗ്യമല്ലാതെ ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടേക്ക് താമസം മാറിയതാണ്. 1 ലക്ഷം രൂപ നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ തറ കെട്ടി. പിന്നെ ബാക്കി പണിയുള്ള കാശാവാത്തതുകൊണ്ട് പണിയാൻ പറ്റില്ല. പഞ്ചായത്തിലൊക്കെ ഒരുപാട് അപേക്ഷിച്ചു, ഇതുവരെ നടപടികളൊന്നും ഉണ്ടായില്ല. പിന്നെ മോനിപ്പോൾ മാർക്ക് കിട്ടിയതിൽ മറ്റ് അടിസ്ഥാന സൗകര്യമുള്ള കുട്ടികളൊക്കെ മേടിക്കുന്നതിനേക്കാൾ കൂടുതൽ മാർക്ക് അവൻ മേടിച്ച് SSLCയിൽ ഫുൾ A+ കിട്ടിയിട്ടുണ്ട്, ഫുൾ മാർക്കുണ്ട്. പിന്നെ അവൻ്റെ ടീച്ചർമാരോടും അതുപോലെ അവനെ സഹായിച്ച എൻ്റെ കൂട്ടുകാരോടും എല്ലാവരോടും നന്ദി പറയും. കാലവർഷം നേരത്തെ 27-ന് കേരളം തൊടുമെന്ന് റിപ്പോർട്ട്. ഇത്തവണ കാലവർഷം നേരത്തെ എത്തുവാൻ സാധ്യത. ഈ മാസം 27-ന് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിലെത്തുവാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 4 ദിവസം വരെ വൈകാനോ നേരത്തെയാകാനോ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം മെയ് 31-നാണ് കാലവർഷം കേരളത്തെ തൊട്ടത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ രാജ്യത്ത് സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുവാനാണ് സാധ്യത. 2009-ലാണ് ഇതിനു മുൻപ് ഇത്ര നേരത്തെ മൺസൂൺ എത്തിയിട്ടുള്ളത്. സാധാരണയായി ജൂൺ 1-നാണ് കേരളത്തിൽ മൺസൂൺ എത്താറ്. ജൂൺ 8-ഓടെ രാജ്യം മുഴുവനും മൺസൂൺ വ്യാപിക്കും. അതേസമയം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചനം അനുസരിച്ച് ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പില്ല. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മേൽപ്പറഞ്ഞ തീയതികളിൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിൽ പോകുവാൻ പാടുള്ളതല്ലെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. മണ്ണുത്തി തൃശൂർ റോഡിൽ ഉല്ലൂക്കര അമ്പലത്തിന് മുൻവശം റോഡിൽ ലോറി മറിഞ്ഞു. സൈക്കിൾ യാത്രക്കാരനെ രക്ഷിക്കുവാനുള്ള ശ്രമത്തിനിടയിൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതാണ് ലോറി മറിയുവാൻ കാരണം. രാവിലെ 8:30-യോടെ ലോറി മറിഞ്ഞ് റോഡിൽ വഴുവഴുപ്പുള്ള ദ്രാവകം പരന്നു. മണ്ണുത്തി പോലീസും അഗ്നിശമന സേനയും സ്ഥലത്തെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. നെഫ്താർ ധ്യാനസന്ധ്യ 12ാം വാർഷികം ഫാദർ രജിത് CMI ഗുഡ് ഷെപ്പർഡ് ധ്യാനകേന്ദ്രം ഡയറക്ടർ കരുമദ്ര ആരോഗ്യമാതാ പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ മനോജ് കീഴുരുമുട്ടിക്കൽ, സിസ്റ്റർ ബേബി, കൈക്കാരൻ ജോയൽ, നെഫ്താർ പ്രതിനിധി ജെയിംസ് തുടങ്ങിയവർ സമീപമുണ്ടായിരുന്നു. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്.
റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. മണ്ണുത്തി ബൈപ്പാസ് ജംഗ്ഷനിൽ വീണ്ടും വാഹനാപകടം. ഇന്ന് മറിഞ്ഞ ഒരു കാറാണ് രാവിലെ ലോറി റോഡിൽ തലക്കീഴായി മറിഞ്ഞ് വൻ അപകടം സൃഷ്ടിച്ചിരുന്നു. ബൈപ്പാസിൽ കിഴക്കുനിന്നും തെക്കുനിന്നും വരുന്ന വാഹനങ്ങൾ കൃത്യമായി കടന്നു പോകുവാൻ ദിശാ ബോർഡുകളില്ല. പടിഞ്ഞാറ് തൃശൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കിഴക്കോട്ടും തെക്കോട്ടും തിരിയുന്നത് യാതൊരു നിയന്ത്രണങ്ങളും പാലിക്കാതെയാണ്. അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം ആളപായം അടക്കമുള്ള അപകടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കൂടുതലാണ്. ഓപ്പറേഷൻ കാപ്പ വേട്ട തുടരുന്നു. കുപ്രസിദ്ധ ഗുണ്ട ഗോപകുമാറിനെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. തൃശൂർ ജില്ലയിൽ ഇതുവരെ 34 പേരെ ജയിലിലടച്ചു. 78 ഗുണ്ടകളെ കാപ്പ ചുമത്തി 44 പേർക്കെതിരെ നാടുകടത്തിലും മറ്റുമുള്ള നടപടികൾ സ്വീകരിച്ചു. ഗോപകുമാറിന്റെ പേരിൽ പുതുക്കാട്, വരന്തരപ്പള്ളി, ഒല്ലൂർ, തൃശൂർ, ചേർപ്പ്, കൊരട്ടി സ്റ്റേഷനുകളിൽ കേസുകളുണ്ട്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മഹേന്ദ്ര സിംഹന്റെ നേതൃത്വത്തിലാണ് കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പിലാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചത്. ഓപ്പറേഷൻ ഡി-ഹൺ 3 കോടി രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. കേസിലെ പ്രതി റിമാൻഡിൽ. ചാലക്കുടി നാടുകുന്നിലാണ് വൻ ലഹരിവേട്ട നടന്നത്. ഓപ്പറേഷൻ ഡി-ഹണ്ടിന്റെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചാലക്കുടി ഡിവിഎസ്പി ബിജുകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. ചാലക്കുടി ഡിവിഎസ്പി ബിജുകുമാർ, സർക്കിൾ ഇൻസ്പെക്ടർ സജീവൻ കെ, സബ് ഇൻസ്പെക്ടർ ഋഷിപ്രസാദ്, സിപിഒ പ്രദീപ് എന്നിവർ ചേർന്ന് വാഹന പരിശോധന നടത്തി നിരോധിത പുകയില ഉൽപ്പന്ന ശേഖരം പിടികൂടി പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഫോണിൽ സംസാരിച്ചതിന് വൈരാഗ്യം, ബൈക്ക് തടഞ്ഞ് ആക്രമിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച പ്രതികളിൽ ഒരാൾ കൂടി റിമാൻഡിലേക്ക്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ വ്യക്തിയെ ഫോൺ വിളിച്ച് സംസാരിച്ചെന്ന വൈരാഗ്യത്താൽ തടഞ്ഞു നിർത്തി ആക്രമിക്കാൻ ശ്രമിച്ച കേസിലാണ് മറ്റത്തൂരിലെ തേമാലി വിഷ്ണു എന്ന് വിളിക്കുന്ന വിഷ്ണുവിനെ വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി മൈനർ ഇറിഗേഷൻ കനാൽ കൾവെട്ടിന് സമീപമായിരുന്നു സംഭവം. വെള്ളിക്കുളങ്ങര സബ് ഇൻസ്പെക്ടർ കൃഷ്ണൻ, സന്തോഷ് കുമാർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മനോജ് PK, ഹോംഗാർഡ് പ്രദീപ് എന്നീ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. മോഷ്ടിച്ച സ്കൂട്ടറുമായി പിടികൂടിയ 2 യുവാക്കൾ റിമാൻഡിലേക്ക്. കണ്ടച്ചാങ്കടവ് സ്വദേശി നഫീൽ, കോരത്ത് വീട്ടിൽ അഭയ്, പ്രായപൂർത്തിയാകാത്തൊരു കുട്ടി എന്നിവരെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ മാതാപിതാക്കളെ വിളിച്ചുവരുത്തി വിട്ടയച്ചു. നഫീൽ, അഭയ് എന്നിവരെ വിശദമായി ചോദ്യം ചെയ്ത് പോലീസ് മോഷ്ടിച്ചതാണെന്ന് സമ്മതിച്ചു. സംഭവത്തിന് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്ത് നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. ചാലക്കുടി സബ് ഇൻസ്പെക്ടർ ജെയ്സൺ ജോസഫ്, ഡ്രൈവർ ASI ജിബി, CPO സജിമോൻ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ആംബുലൻസിന്റെ മറവിൽ രാസലഹരി കച്ചവടം നടത്തുന്ന 2 പേർ റിമാൻഡിലേക്ക്. ഓപ്പറേഷൻ ഡി-ഹണ്ടിന്റെ ഭാഗമായി സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ആംബുലൻസിൽ മാരക രാസലഹരിയായ MDMAയുമായി ചേറ്റുവ നസറുദ്ദീൻ, ചാവക്കാട് അസ്ലാം എന്ന യുവാക്കൾ പിടിയിലായത്. വിപണനം നടത്താനുള്ള സിപ്ലോ കവറുകളും കണ്ടെടുത്തു. ആംബുലൻസിലും രാസലഹരി ഉപയോഗിക്കാൻ സൗകര്യം ഇവർ ചെയ്തിരുന്നു. കൊടുങ്ങല്ലൂർ DVSP VK രാജു, വാടാനപ്പള്ളി സബ് ഇൻസ്പെക്ടർ ശ്രീലക്ഷ്മി, തൃശൂർ റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ CR പ്രദീപ്, സിവിൽ പോലീസ് ഓഫീസർ നിഷാന്ത് ദേബി എന്നിവരടങ്ങിയ സംഘമാണ് മയക്കുമരുന്നും പ്രതികളെയും പിടികൂടിയത്. യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് മോതിരവും മൊബൈൽ ഫോണും കവർച്ച ചെയ്ത കേസിൽ 2 പ്രതികൾ റിമാൻഡിലേക്ക്. തിരുവുള്ളക്കാവ് സ്വദേശി നന്ദിപുലം വീട്ടിൽ യദുകൃഷ്ണൻ, ചേർപ്പ് പടിഞ്ഞാട്ടുമുറി സ്വദേശി ആൽവിൻ എന്നിവരെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുട DVSP KG സുരേഷ്, ചേർപ്പ് SI രമേശ്, പ്രദീപ്, സജിപാൽ, ജയകൃഷ്ണൻ, ASI സൂരജ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സോണി, സിവിൽ പോലീസ് ഓഫീസർ സുനിൽ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തലോർ ജംഗ്ഷനിലെ മൊബൈൽ ഷോപ്പിലെ മോഷണം, ഒരാൾ കൂടി റിമാൻഡിലേക്ക്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തലോർ ജംഗ്ഷന് സമീപമുള്ള തലോർ സ്വദേശിയായ പുളിയനത്ത് പറമ്പിൽ വീട്ടിൽ ഏണസ്റ്റ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള മൊബൈൽ ഷോപ്പിൽ മാർച്ച് 31-ാം തീയതി പുലർച്ചെ 2:30 മണിക്കും 3 മണിക്കുമിടയിലുള്ള സമയം കടയുടെ ഷട്ടറിന്റെ ലോക്ക് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് പൊളിച്ച് 2 പേർ അകത്തു കടന്ന് വിവിധ കമ്പനികളുടെ മൊബൈൽ ഫോണുകളും ആക്സസറീസും 50,000 രൂപയും അടക്കം ഏകദേശം 25 ലക്ഷം രൂപയുടെ വസ്തുക്കളും പണവും മോഷണം ചെയ്തുകൊണ്ടുപോയിരുന്നു. ഈ സംഭവത്തിന് ഏണസ്റ്റ് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ
മാർച്ച് 31 എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ഈ കേസിലേക്ക് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം മോഷണം പോയ മൊബൈൽ ഫോണുകളുടെ IMEI നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നിന്ന് എറണാകുളം പാറക്കടവ് സ്വദേശി പാലത്തിങ്കൽ വീട്ടിൽ അബ്ദുൾ റഫീഖ് എന്നയാളെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. സയ്യിദ് മുഹസീൻ, മുഹമ്മദ് അസീം എന്നീ പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുള്ളതാണ്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ N. പ്രദീപ്, അഡീഷണൽ SI സുധീഷ്, ഡാൻസ് ഓഫ് ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ സതീശൻ മടപ്പാട്ടിൽ, റോയ് പൗലോസ്, CM മൂസ, VU സിൽജോ, AU റെജി, ബിനു MJ, ഷിജോ തോമസ്, പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPOമാരായ രജനീശൻ, ഷിനോജ് തുടങ്ങിയവർ ചേർന്നാണ് അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽ നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വീണ്ടും വാർത്തയിലേക്ക്. യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ 2 പ്രതികൾ റിമാൻഡിലേക്ക്. പുതുക്കാട് ബാറിൽ വെച്ച് ആമ്പല്ലൂർ വെണ്ടൂർ സ്വദേശി കിഴവൻ പറമ്പിൽ വീട്ടിൽ ദിനീഷ് എന്നയാളെ മെയ് 7 രാത്രി 11 മണിക്ക് ആക്രമിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച സംഭവത്തിലെ പ്രതികളായ ചെങ്ങാലൂർ കല്ലുംപാലം സ്വദേശി കൊടക്കരക്കാരൻ വീട്ടിൽ അഖിൽ, ആമ്പല്ലൂർ വെണ്ടൂർ സ്വദേശി കിഴക്കുംപാടൻ വീട്ടിൽ അനീഷ് എന്നിവരെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മഹേന്ദ്ര സിംഹൻ, സബ് ഇൻസ്പെക്ടർ പ്രദീപ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അജി, സുജിത്, ബിജു, ഷിനോജ്, കിഷോർ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി വെളൂക്കരയിലെ ബാറിൽ ജീവനക്കാരനെ ആക്രമിച്ച കേസിൽ ഒരാൾ കൂടി റിമാൻഡിലേക്ക്. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വെളൂക്കരയിലെ വിക്ടോറിയ ബാറിൽ വെച്ച് ബാർ ജീവനക്കാരനെ ആക്രമിക്കുകയും ബാറിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്ത സംഭവത്തിലെ പ്രതികളിൽ ഒരാളായ കുറ്റിക്കാട് സേവന ക്ലബ് സ്വദേശി നെല്ലിവളപ്പിൽ വീട്ടിൽ ലിബിൻ എന്നയാളെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. വിക്ടോറിയ ബാറിൽ ഏപ്രിൽ 13 വൈകിട്ട് 5:30 ബാറിലെ ബാർമേൻ ആയി ജോലി ചെയ്തു വരുന്ന കോട്ടയം സ്വദേശി വെള്ളാവൂർ വില്ലേജിൽ കടയിരിക്കാട് സ്വദേശി കടയിരിക്കാട് ദേശത്ത് കരിമ്പനയിൽ വീട്ടിൽ ജയകുമാർ എന്നയാളെ പ്രതികൾ മദ്യപിച്ചുകൊണ്ടിരുന്ന ടേബിളിലേക്ക് ടച്ചിങ്സ് കൊണ്ടുകൊടുക്കാത്ത കാരണം പറഞ്ഞ് ആക്രമിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ബാറിലെ അടുക്കളയിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയും ബാറിന്റെ മുൻവശം ഗ്ലാസും മറ്റും തല്ലി തകർത്തതിൽ 80,000 രൂപയുടെ നഷ്ടം സംഭവിക്കുന്നതിനും ഇടയാക്കിയ സംഭവത്തിൽ ബാർ ജീവനക്കാരുടെ പരാതി FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK സജീവ്, സബ് ഇൻസ്പെക്ടർമാരായ സിജുമോൻ, ജെയ്സൺ, സിവിൽ പോലീസ് ഓഫീസർ പ്രദീപ് തുടങ്ങിയവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മതിലകത്ത് സ്ത്രീയെ കയറിപ്പിടിച്ച പ്രതി അറസ്റ്റിൽ. മതിലകം സ്വദേശിനിയായ സ്ത്രീയെ വീട്ടിലേക്ക് പോകുന്ന ഇടവഴിയിൽ വെച്ച് മോശമായ ഉദ്ദേശത്തോടെ കയ്യിൽ കയറിപ്പിടിക്കുകയും തുടർന്ന് വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയതിനെ ഇപ്പോൾ വാടകയ്ക്ക് മതിലകം ഫെറി റോഡിൽ താമസിക്കുന്ന എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ റൌഡിയായ എരുമപ്പെട്ടി ഒഴിച്ചിരികാലിൽ വീട്ടിൽ ശ്രീരാഗ് എന്നയാളെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. ശ്രീരാഗിനെതിരെ കുന്നംകുളം, എരുമപ്പെട്ടി, പുതുക്കാട്, നെടുപുഴ, പയ്യോളി, പഴയന്നൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി 12 ക്രിമിനൽ കേസുകളുണ്ട്. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി, സബ് ഇൻസ്പെക്ടർമാരായ മുഹമ്മദ് റാഫി, പ്രബേഷൻ SI അനു ജോസ്, ASI പ്രജീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ സബീഷ്, ഷിബിൻ, ജോൺസൺ, ജമാലുദ്ദീൻ തുടങ്ങിയവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. സ്ത്രീയെ ആക്രമിച്ച് മാനഹാനി വരുത്തിയ കേസിൽ ഒടിയൻ പ്രദീപ് റിമാൻഡിൽ. പ്രതിക്കെതിരെ ഏപ്രിൽ 20 കല്ലൂർ മാവിൻ ചുവട് സ്വദേശിനിയുടെ അമ്മ കൊടുത്ത കേസിൽ പ്രതി ജയിലിലായതിന്റെ വൈരാഗ്യത്താൽ കല്ലൂർ മാവിൻ ചുവട്ടിലുള്ള പരാതിക്കാരിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ജീവിക്കുവാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ആക്രമിച്ച് മാനഹാനി വരുത്തുകയും
തടയുവാൻ ചെന്ന പരാതിക്കാരുടെ ഭർത്താവിന്റെ മുഖത്ത് കൈകൊണ്ടടിക്കുകയും ചെയ്ത സംഭവത്തിന് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിലെ പ്രതിയായ ആമ്പല്ലൂർ പച്ചളിപ്പുറം സ്വദേശിയായ കിഴക്കൂട്ട് വീട്ടിൽ ഒടിയൻ പ്രദീപ് എന്നറിയപ്പെടുന്ന പ്രദീപ് എന്നയാളെയാണ് ഇന്നലെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയതിൽ റിമാൻഡ് ചെയ്തത്. പരാതിക്കാരിയുടെ അമ്മയുടെ പച്ചളിപ്പുറത്തുള്ള വീട്ടിലേക്ക് പ്രദീപ് അതിക്രമിച്ചു കയറി നാശനഷ്ടങ്ങൾ വരുത്തിയ സംഭവത്തിന് ഏപ്രിൽ 20-ാം തീയതി പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും പ്രദീപിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരുന്നു. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയാണ് സ്ത്രീയെ ആക്രമിച്ച് മാനഹാനി വരുത്തിയത്. പ്രദീപിനെ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസും പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ 4 അടിപിടി കേസുകളും വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി നാശനഷ്ടം വരുത്തിയതിനുള്ള ഒരു കേസും ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസുമുണ്ട്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പ്രത്യേക പരിശോധനയിൽ കൊടകരയിൽ നിന്നും 184.420 ഗ്രാം മുന്തിയ ഇനം രാസലഹരി പിടികൂടിയ കേസിൽ ഒരാൾ കൂടി റിമാൻഡിലേക്ക്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി മയക്കുമരുന്നിനെതിരെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം തൃശൂർ റൂറൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും കൊടകര പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിൽ കോട്ടയം ചങ്ങനാശ്ശേരി ഫാത്തിമപുരം പെരുന്ന സ്വദേശി പുതുപ്പറമ്പിൽ വീട്ടിൽ സൽമാൻ എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത്. മെയ് 3-ാം തീയതി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം പരിശോധനയിൽ കൊടകര മേൽപ്പാലത്തിന് സമീപം വെച്ച് 184.420 ഗ്രാം മാരക രാസലഹരിയായ MDMAയുമായി ഇരിഞ്ഞാലക്കുട വെള്ളാങ്കല്ലൂർ കല്ലംകുന്ന് ചിറയിൽ വീട്ടിൽ ഡാർക്ക് മർച്ചന്റ് എന്നറിയപ്പെടുന്ന ദീപക് രാജു, എറണാകുളം ജില്ലാ നോർത്ത് പറവൂർ മൂത്തക്കുന്നം സ്വദേശിനി ദീക്ഷിത എന്നിവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. സൽമാന്റെ നിർദ്ദേശത്തോട് സാമ്പത്തിക സഹായത്തോടും കൂടിയാണ് ദീപക് രാജു, ദീക്ഷിത എന്നിവർ ബാംഗ്ലൂരിൽ നിന്ന് മാരക രാസലഹരിയായ MDMA കടത്തിക്കൊണ്ടുവന്നത് എന്ന് കണ്ടെത്തിയതിനാലാണ് സൽമാനെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ റൂറൽ ജില്ലയിലെ ഏറ്റവും വലിയ രാസലഹരി വേട്ടകളിലൊന്നാണിത്. നടപടിക്രമങ്ങൾക്ക് ശേഷം സൽമാനെ കോടതിയിൽ ഹാജരാക്കും. ദീപക് രാജുവിനെ ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിൽ 2021 10 കിലോ കഞ്ചാവ് കടത്തിയതിന് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരുന്നു. പിന്നീട് ജാമ്യത്തിലിറങ്ങിയതാണ്. കൂടാതെ ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിൽ 2016, 2024, 2025 വർഷങ്ങളിൽ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി കൈവശം സൂക്ഷിച്ചതിലുള്ള കേസുകളുമുണ്ട്. കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ദാസ് PK, CPOമാരായ രജീഷ്, ദിലീപ് കുമാർ, CPO ശ്രീജിത്ത് തുടങ്ങിയവർ ചേർന്നാണ് സൽമാനെ അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയുക്ത KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA ലീഡർ K കരുണാകരന്റെ പൂങ്കുന്നം മുരളി മന്ദിരത്തിലെത്തി പുഷ്പാർച്ചന നടത്തി. ഫാസിസ്റ്റ് ആശയങ്ങൾ എല്ലാ രാജ്യങ്ങളിലും പരാജയപ്പെട്ട പോലെ ഇന്ത്യയിലും പരാജയപ്പെടുമെന്ന് CPI MP P സന്തോഷ് കുമാർ. ദുരിതം പേറുന്ന കുടുംബ പശ്ചാത്തലത്തിലും SSLC പരീക്ഷയിൽ മിന്നുന്ന വിജയം നേടി കുണ്ടുകാട് രാജീവിന്റെ മകൻ KR അഭിനവ്. ഇത്തവണ കാലവർഷം നേരത്തെ എത്തുവാൻ സാധ്യത. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.